നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങളും സംവാദങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ ഭേദഗതി നിയമം അത് എന്നാണ് നിലവിൽ വന്നത്, ആരാണ് അത് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് ഏതൊരു ചെറിയ കുട്ടിയോട് ചോദിച്ചാലും അവർ നിസ്സംശയം പറയുന്ന പേരായിരിക്കും ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 17 മാസം മാത്രം കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 1951 ജൂൺ മാസം 18 ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ജവഹർലാൽ നെഹ്റു പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അത് പ്രകാരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്തി. ഇതിലൂടെ ഫ്രീഡം ഓഫ് സ്പീച്ച് അഥവാ അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ നിയമങ്ങളിൽ മേൽ ഭരണകൂടത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ, ഒരു പൗരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ വേണ്ടി വന്നാൽ സർക്കാരിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. അതുമായി ബന്ധപ്പെട്ട ഇതാരാണ് കൊണ്ടുവന്നത്? ജവഹർലാൽ നെഹ്റു ആണ് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി റോമേഷ് താപ്പറും സ്റ്റേറ്റ് ഓഫ് മദ്രാസുമായിട്ടുള്ള ഒരു കേസ്, രണ്ടാമത് ബ്രിജ് ഭൂഷണും സ്റ്റേറ്റ് ഓഫ് ഡൽഹിയുമായി ബന്ധപ്പെട്ട കേസ്. ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ, അതാണ് ഭരണഘടന ഭേദഗതി വരുത്തുന്നതിന് കാരണമായി തീർന്നത്. അതിൽ ഒന്നാമത്തെ കേസ് പറയാം. അതായത് റോമേഷ് താപ്പറും സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, അതായത് ഇപ്പോഴത്തെ തമിഴ്നാട് സ്റ്റേറ്റും തമ്മിലുള്ള കേസ്. റോമേഷ് താപ്പർ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമായ ക്രോസ് റോഡ്സ് എന്ന ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പ് അത് കോൺഗ്രസ് സർക്കാരിനെയും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്ന് പറഞ്ഞാണ് ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളായ ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ തുടങ്ങിയ അടിസ്ഥാന ഭരണഘടനാ അവകാശങ്ങളിൽ മേൽ ഭേദഗതി കൊണ്ടുവരുവാൻ ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചത്. രണ്ടാമത്തേത് ബ്രിജ് ഭൂഷൺ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി കേസ്. ബ്രിജ് ഭൂഷൺ ഓർഗനൈസർ എന്ന മാസികയുടെ പ്രസാധകനായിരുന്നു. ഓർഗനൈസർ ഒരു RSS പ്രസിദ്ധീകരണമാണെന്നും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ബ്രിജ് ഭൂഷൻ്റെ നിലപാടുകൾ കടുത്തതാണെന്നും അങ്ങനെ പറഞ്ഞാണ് ഈ മുൻപ് പറഞ്ഞ ഭരണഘടനയിൽ നെഹ്റു ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത്, അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം ഉറങ്ങാൻ നേരത്തും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന കോൺഗ്രസ്സുകാരെ ഒരല്പം ഉളുപ്പ്, അത് പേരിനെങ്കിലും. അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞ് വാക്കൊന്നും മാറിപ്പോയില്ലല്ലോ അല്ലേ? അല്ല, 32 പല്ലിനടിക്ക് ഒരു നാവല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. ഡബ്ലിനിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. അദ്ദേഹത്തോട് വിദേശ സ്ത്രീ ചോദിച്ചു അത്രേ. വിദേശ സ്ത്രീയാണോ പുരുഷനാണോ അത് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, എന്തായാലും വിദേശിയാണ്. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന കാര്യം ഈ വിദേശിയോട് പറഞ്ഞപ്പോൾ ഈ വിദേശി അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കേണ്ട ആവശ്യമെന്ന്. എന്തായാലും ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം ആവശ്യമാണെന്ന് പറഞ്ഞ് ഭരണഘടനയിൽ ഭേദഗതി നിയമം കൊണ്ടുവന്നത് അത് മോദിയാണോ, അത് അമിത്ഷായാണോ, അത് അദ്വാനിയാണോ, അത് വാജ്പേയി ആണോ? അത് കൊണ്ടുവന്നത് സാക്ഷാൽ നെഹ്റുവാണ്. ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാൻ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒന്ന് എടുത്തൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ആരാണ് ആദ്യത്തെ അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന്. ഇതൊന്നും അറിയാത്ത പാവം കോൺഗ്രസ്സുകാർ അവരുടെ ചില നേതാക്കന്മാർക്ക് ഇപ്പോൾ കഴുത്തിന് വേദനയാണെന്നാണ് പറയുന്നത്. കാരണം ഈ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് കാര്യം സാധിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ഇവർ ഈ ഭരണഘടനയുടെ പുസ്തകം താഴെ വെക്കാതെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യം സാധിക്കാൻ വേണ്ടി അവരിതിങ്ങനെ പിടിച്ച്, ഇപ്പോൾ അവർക്ക് കുഞ്ചിക്ക് വേദനയാണെന്ന്, കഴുത്തിന് വേദനയാണെന്ന്, ഇനിയിപ്പോൾ ഒറ്റക്കൈയും കൊണ്ട് ഈ വെള്ളമടിക്കുന്ന പ്രഷർ വാഷർ ഉണ്ടല്ലോ, അത് ഈ ഭരണഘടന താഴെ വെക്കാതെ തന്നെ ഒറ്റക്കൈ കൊണ്ട് കാര്യം സാധിച്ച്
ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരിശീലനം അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചിലരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെ രസമായിട്ടാണ് തോന്നുന്നത്. ചിലർ ചോദിക്കുന്നത്, ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലേ, ഇന്ത്യക്കൊരു നിയമഘടനയില്ലേ, അതിൽ പൗരന്മാരായ ഞങ്ങൾക്ക് അവകാശ സ്വാതന്ത്ര്യമില്ലേ, ഇത് ഡോക്ടർ BR അംബേദ്കർ രൂപകൽപ്പന ചെയ്ത നിയമഘടനയല്ലേ, അതുപ്രകാരം ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിലും വലിയ രസം. ഈ കോൺഗ്രസിൻ്റെ നേതാവുണ്ടല്ലോ, അവരുൾപ്പെടെ ഭരണഘടനയിൽ അമെൻമെൻറ്റ് കൊണ്ടുവരുവാൻ മോദിക്ക് എന്താണ് അവകാശമുള്ളത്, എന്താ അധികാരമാണ് മോദിക്കുള്ളത്, അത് ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ഉറങ്ങാൻ നേരത്തും ഭരണഘടന ഞങ്ങളുടെ തലയിണയുടെ കീഴിൽ വെച്ച് കിടന്നുകൊണ്ടാണ് ഉറങ്ങാറ് എന്നൊക്കെ ചോദിക്കുന്നവരോടും പറയുന്നവരോടും എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം, ഭരണഘടനയിലെ ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളായ ഫ്രീഡം ഓഫ് സ്പീച്ചും അതുമല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഈ അടിസ്ഥാന അവകാശങ്ങളിൽ മേൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആൾ ആരാണ്? അത് നിങ്ങളുടെ നെഹ്റു അല്ലേ? ഓർഗനൈസർ എന്ന പ്രസിദ്ധീകരണം പാകിസ്ഥാനെ കർശനമായി വിമർശിക്കുന്നു, അതവർക്ക് വേദനയുണ്ടാക്കുന്നു, അത് കലാപങ്ങൾക്ക് വഴിയൊരുക്കുന്നു, അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന അന്തരീക്ഷം താറുമാറാക്കും, അതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സെൻസർ ചെയ്തിട്ട് വേണം പ്രസിദ്ധീകരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനാ നിയമം ഭേദഗതി ചെയ്തത് ആരാണ്? കോൺഗ്രസ്സുകാരാ? എന്നിട്ട് കള്ളം പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുകയാണോ നിങ്ങൾ? അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥ എന്തായിരുന്നു? എന്തിനായിരുന്നു അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്? സർക്കാരിനെ ചോദ്യം ചെയ്ത എത്ര പൗരന്മാരെയാണ് തുറങ്കിലടച്ചത്? പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ പോലും കൊണ്ടുവരാതെ കൽത്തുറങ്കിലടച്ചില്ലേ ഈ ഇന്ദിരാഗാന്ധി? ഭരണഘടനാ ഭേദഗതി നിയമങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? കോൺഗ്രസ്സുകാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ച് ഉച്ചത്തിലായിരിക്കും. ഉത്തരം തരാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? മോദിയെയും അമിത്ഷായെയും ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ചെയ്ത ചെറ്റത്തരങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കില്ല. എൻ്റെ അപ്പനപ്പൂപ്പന്മാർ മുതൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, എൻ്റെ അപ്പനപ്പൂപ്പന്മാർ മുതൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പനപ്പൂപ്പന്മാർ മുതൽ ഞങ്ങൾ RSSകാരാണ്, പാരമ്പര്യമായി ഞങ്ങൾ BJPക്കാരാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ചരിത്രരേഖകൾ പരിശോധിക്കുക, അതും നിഷ്പക്ഷമായി നിന്നുകൊണ്ട്. അങ്ങനെ നിഷ്പക്ഷമായി പരിശോധിച്ചാലേ ചരിത്രത്തിൽ നടന്ന വക്രതകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നിഷ്പക്ഷമായി പഠിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.